നമസ്കാരം എല്ലാവർക്കും മാർസാൻ റോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം ഇന്ന് സ്മാർട്ട് ഫോൺ ക്യാമറകൾ വളരെയധികം മികച്ച ക്യാമറകളാണ് ഇപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺ കമ്പനികൾ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ട്രിപ്പിൾ ക്യാമറ സ്മാർട്ട് ഫോൺ വരെ ഇറങ്ങിക്കഴിഞ്ഞ ഒരു സമയമാണ്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ഏതൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കാത്തവരായി ആരും ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ക്രിയേറ്റീവായ ഫോട്ടോസ് എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ ടെക്നോളജിപരമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ആദ്യമായി തന്നെ നമുക്കറിയാം മാക്രോ ഷോട്ടുകൾ കാണാൻ വളരെ രസകരമാണ്. എന്നാൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മാക്രോ ഷോട്ടുകൾ, അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറി ആയ ഷോട്ടുകൾ എങ്ങനെ എടുക്കാമെന്നാണ് ആദ്യമായി തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ പ്രോ മോഡ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ പ്രോ മോഡ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ബ്ലറായി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് മാക്രോ ഷോട്ട് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് എങ്ങനെ നമുക്ക് മാക്രോ ഷോട്ട് ഓൺ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഇവിടെ നിങ്ങൾക്കൊരു പിയുടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. പ്രോ മോഡ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോ ഫോക്കസ് എന്നായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത് മാനുവലായി നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ പ്രോ മോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോ മോഡ് ഉപയോഗിക്കുക. ശേഷം നിങ്ങൾക്കിതുപോലെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുക. നിങ്ങൾ ക്രിയേറ്റീവായ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഫോട്ടോ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ രസകരമായ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിയായ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള മാക്രോ ഷോട്ടുകൾ നിങ്ങൾക്ക് ഈസിയായി തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ച് ഈസിയായി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി എങ്ങനെ നമുക്ക് ലോ ലൈറ്റിൽ മികച്ച ഫോട്ടോസ് എടുക്കാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് എങ്ങനെ നമുക്ക് മികച്ച ഫോട്ടോസ് എടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിൻ്റെ അകത്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വീട്ടിൻ്റെ അകത്തേക്ക് പ്രകാശമൊന്നും കടക്കാത്തതിനാൽ വളരെ ഡാർക്കായി തന്നെയാണ് ഈ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുപയോഗിച്ച് എങ്ങനെ നമുക്ക് വീട്ടിനകത്തുള്ള ഫോട്ടോസ്, അതായത് ലോ ലൈറ്റ് ഫോട്ടോസ് എങ്ങനെ നമുക്ക് മികച്ചതാക്കാമെന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് പ്രോ മോഡിൽ ഇവിടെ കാണാം ISO സെൻസിറ്റിവിറ്റി എന്ന് കാണാം. ഇപ്പോൾ ഞാൻ ISO 400 ആക്കിയ സമയത്ത് നിങ്ങൾക്ക് കാണാം ഡാർക്കായ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ശേഷം നിങ്ങൾ ISO കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമേജിൻ്റെ ക്വാളിറ്റി കൂടുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാം നല്ല ക്രിയേറ്റീവായ നല്ല കിഡിലൻ പിക്ചർ നിങ്ങൾക്ക് ഇതുപയോഗിച്ച് ISO ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ISO കൂടുതലാകും തോറും നിങ്ങൾക്ക് ഇമേജിൻ്റെ ക്വാളിറ്റി ലോ ലൈറ്റിൽ വർദ്ധിപ്പിക്കുന്നതാണ്. നമുക്കറിയാം ബോക്കെ എഫക്റ്റുകൾ വളരെ രസകരമായ ഒന്നാണ്. അത് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എടുക്കാമെന്ന് നോക്കാം. സെയിം മെത്തേഡാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സെയിം മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എങ്ങനെ ബോക്കെ എഫക്റ്റ് ഈസിയായി തന്നെ എടുക്കാമെന്ന് നോക്കാം. ബോക്കെ എഫക്റ്റ് എടുക്കുന്ന ഇതുപോലെ നിങ്ങൾ പ്രകാശമുള്ള സ്ഥലത്ത് പോയതിന് ശേഷം നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡാണ് ഇതിനും യൂസ് ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങൾക്ക് കാണാം മാനുവൽ ഫോക്കസ് ചെയ്ത പോലെ നിങ്ങൾ മാക്രോ ഷോട്ട് എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം നിങ്ങൾക്കിതുപോലെ ക്രിയേറ്റീവായ ബോക്കെ എഫക്റ്റുകൾ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ബോക്കെ എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്.